നമസ്കാരം. അങ്ങനെ ഏറെ കാത്തിരിപ്പിന് ശേഷം റോക്കിൻ സ്റ്റാർ യാഷ് നായകനായിട്ടെത്തിയ ടോക്സിക് എന്ന സിനിമ രാവിലെ 6 മണിക്കായിരുന്നു തിയേറ്ററിൽ നിന്ന് സിനിമ ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. നമ്മുടെ ഗീതു മോഹൻദാസ് ആണ് ഡയറക്ടർ. പ്രൊഡ്യൂസർ നമ്മുടെ യാഷും പിന്നെ വെങ്കിട്ട്, ഇവർ രണ്ടും കൂടെ ചേർന്നാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പൈസ വാരി എറിഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ് കേട്ടോ. സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു അപരാധ സിനിമ ഇനി ഇറങ്ങാനില്ല എന്ന് വേണം പറയാൻ. എനിക്ക് ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നിയ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, മമ്മൂക്ക നായകനായിട്ട് എത്തിയ ഒരു സിനിമ ഉണ്ടായിരുന്നു, കസബ എന്ന് പറഞ്ഞ സിനിമ. അതിനകത്തൊരു പോലീസ് ഉദ്യോഗസ്ഥയുടെ ബെൽറ്റിനകത്ത് ഇങ്ങനെ കയറി പിടിക്കുന്ന ഒരു രംഗമുണ്ട്. ആ സിനിമ കണ്ടിട്ട് നമ്മുടെ ഗീതു മോഹൻദാസ് ഇട്ടൊരു ഡയലോഗ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ആ ഡയലോഗ് എന്തുകൊണ്ടും കറക്റ്റായിട്ട് യോജിക്കുന്ന ഒരു സിനിമയാണ് ടോക്സിക് എന്ന് പറയുന്ന ഈ ഒരു വെടിപ്പടം എന്ന് വേണേൽ പറയാം. സത്യം, ആ വെടിയും പിന്നെ മറ്റേ സംഭവം ഇതാണ് ഈ ഒരു സിനിമ. പിന്നെ ടെക്നിക്കൽ വശം നോക്കുകയാണെങ്കിൽ ഗംഭീരമാണ് ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി. അതുപോലെ തന്നെ രവി ബഷറാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. യാഷിൻ്റെ ആ ഇൻട്രോ ടൈമൊക്കെ ഗംഭീരമാണ്. ഇൻട്രോ തന്നെ എന്താ പറയുക, കാണേണ്ട ഒരു സീനായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. കാരണം പുള്ളിക്കാരി എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. രായ എന്ന ക്യാരക്ടറാണ് നമ്മുടെ യാഷ് എത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നയൻതാര ഗംഗ എന്ന് പറയുന്ന ക്യാരക്ടർ ആങ്ങളെയും പെങ്ങളുമാണ്. 1947 ആണ് ഇതിൻ്റെ ഒരു കഥ തുടങ്ങുന്നത്. അതായത് രായ എന്ന് പറയുന്ന അച്ഛൻ ക്യാരക്ടറാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇനി ഇൻട്രോലിന് ശേഷമായിരിക്കും ഇനി മകൻ്റെ ക്യാരക്ടറിലേക്ക് എത്താനായിട്ട് പോകുന്നത്. ഒരുപാട് താരങ്ങൾ ഈ സിനിമയ്ക്കകത്ത് എത്തുന്നുണ്ട്. നമ്മുടെ എന്താണ് ഖൈറ അഡ്വാനി, നാദിയ എന്ന് പറയുന്ന ഒരു സർക്കസുകാരിയുടെ റോളിലാണ് ഇതിനകത്ത് എത്തുന്നത്. പുള്ളിക്കാരിയായിട്ടുള്ള ഒരു പ്രണയവും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. സെറ്റൊക്കെ കിടുവാണ് കേട്ടോ. സെറ്റ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊന്നും ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. അതായത് പൈസ ഇറക്കുന്നതിൽ ഒരു കോംപ്രമൈസ് അവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ് മെയിനായിട്ട് നമ്മൾ പറയേണ്ടത്. കാരണം നമ്മളിപ്പം യാഷിൻ്റെ മറ്റേ KGF എന്ന സിനിമ ഒക്കെ കണ്ടിട്ട് ആ ഒരു ഇതിലാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ പുള്ളിയുടെ ആ ഒരു റേഞ്ച്, പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിലാണ് സിനിമ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡബ്ബിംഗ് ഒക്കെ ഉണ്ടല്ലോ, കിട്ടുമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു യാഷിന് സൗണ്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ റോഷനാണെന്നാണ് തോന്നുന്നത്. റോഷനാണോ അതോ നമ്മുടെ വിനീതാണോ എന്നറിയത്തില്ല. അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് തുടക്കം തൊട്ട് അവസാനം വരെ വെടി പൊഹ കളി, ഇതല്ലാതെ വേറൊന്നും ഈ ഒരു സിനിമയ്ക്കകത്തില്ല. അതായത് ഞാൻ പറഞ്ഞ ഒരു കാട്ടവരാത ഫസ്റ്റ് ഹാഫ്. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് ഇനി റിവഞ്ചാണ് ഇനി വരാൻ പോകുന്നത്. അത് കാരണം നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ് ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള അച്ഛനോടുള്ള പ്രതികാരം വീട്ടാനായിട്ട് മകൻ്റെ ഒരു എൻട്രി ആയിരിക്കും ചിലപ്പോൾ ഇനി ഇതിനകത്ത് കാണിക്കാൻ പോകുന്നത്. എന്തായാലും ഫസ്റ്റ് ഹാഫ് ഒരു ഒന്നാം തരം വെടിപ്പടം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടിട്ട് ഞാനിതിൻ്റെ ഫുള്ളായിട്ടുള്ള റിവ്യൂ ആയിട്ട് എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഹാഫിനകത്ത് ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല. വെടി പൊക ടം 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 ഇതാണ് ഈ ഒരു സിനിമ കേട്ടോ. സത്യത്തിൽ യാഷ് എന്താ ഞാൻ പറയണ്ട, ഗീതു ചേച്ചിയുടെ ഓണത്തിൻ്റെ ആദ്യത്തെ പൂത്തിരി കത്തിരിക്കുകയാണ്. അപ്പോൾ ബാക്കി ഞാനിനി എൻ്റെ സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടിട്ട് ഞാൻ വന്നിട്ട് കൃത്യമായിട്ട് എൻ്റെ കമൻറ്റ് പറയുന്നതായിരിക്കും. അപ്പം കാണാം.